ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ചെറിയ വീഡിയോ ആണ്. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ ഒപ്പമുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ എൻ്റെ ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. ഹലോ ഹായ്, ഇന്ന് നമുക്കൊരു പുതിയ വെറൈറ്റി അച്ചാർ ഉണ്ടാക്കാം. ഗസ്റ്റുകൾക്കും വീട്ടിലുള്ളവർക്കും എല്ലാം പ്രിയപ്പെട്ടതായ ഒരു അച്ചാർ. അതിനായി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഗാജർ, മൂലി, സൽഗം, പച്ചമുളക്, ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഈ സൽഗം എന്ന് പറയുന്നത് നമുക്ക് നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. തണുപ്പ് കാലത്ത് ധാരാളം അവൈലബിൾ ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് സൽഗം എന്ന് പറയുന്നത്. അപ്പോൾ ഗാജർ അതിൻ്റെയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കുന്നതായിരിക്കും നല്ലത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്. കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെ എന്ന് വെച്ചാൽ അത് കൂട്ടി കഴിക്കാൻ വളരെ രുചികരമായ ഒന്നാണ്. പിന്നെ ഈ വെറൈറ്റി അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ സാധാരണ വീടുകളിൽ ഇല്ലാത്ത ഒരു അച്ചാറാണ്. ഏവരും ഇഷ്ടപ്പെടുന്നതായ ഒരു അച്ചാറാണ്. പക്ഷേ അതുപോലെ ഒരുപാട് ദിവസം ഇത് ഇരിക്കുകയില്ല. അപ്പോൾ എണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ടേസ്റ്റി ആയിട്ട് തന്നെ ഈ അച്ചാർ കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന് കുറച്ച് ദിവസം കൂടെ കഴിക്കാം. പക്ഷേ ഏറ്റവും ടേസ്റ്റായിട്ടുള്ളത് ഇത് കുറച്ച് ഒരാഴ്ചത്തേനുള്ള ഒരച്ചാറായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കുക. അപ്പോൾ എല്ലാം നമ്മൾ ക്ലീനാക്കി കഴുകി കഴിഞ്ഞിട്ട് എല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മസാല തയ്യാറാക്കി റെഡിയാക്കിയാൽ മാത്രം മതി. അതിനായി ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒരുപാട് മൂപ്പിക്കരുത്. കടുകൊന്ന് ഫ്രൈ ആയാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ആ മഞ്ഞ കളറുള്ള സീഡൊക്കെ കത്തിപ്പോവും. 1/2 ടീസ്പൂണാണ് കടുക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പതുക്കെ വാമായാൽ മതി. തീ താഴ്ത്തി വെച്ചിട്ട് വറുത്താൽ മതി. പൊട്ടിത്തെറിപ്പിച്ച് കളയരുത്. ഇത് പെരിഞ്ജീരകം അഥവാ ഫെനൽ സീഡാണ്. ചെറിയ ജീരകമായിട്ട് ഇനി മിക്സപ്പ് ആക്കരുത്. ഇത് വളരെ ലൈറ്റായിട്ട് ഒന്ന് ബ്രൗണിഷ് കളറിൽ വന്നാൽ മതി. പൊട്ടി തെറിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെങ്കിലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെയോടൊപ്പം ഉലുവ ഇടുന്നില്ല. ഉലുവയുടെ പൗഡർ ഞാൻ അച്ചാറിൽ ചേർക്കുന്നുണ്ട്. ഈ പൗഡർ ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്, ഇങ്ങനെ പതുക്കെ വാമാക്കിയിട്ട്. ഇതോടുകൂടി ഞാൻ അജ്വയൻ എന്ന് പറയുന്ന ഒരു സീഡും കൂടി ചേർക്കുന്നുണ്ട്. അതും അധികം മൂപ്പിക്കരുത്. ഇതെല്ലാം കൂടെ ഒന്ന് പതുക്കെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് കല്ലിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നെങ്കിൽ ഇത് പൊടിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് കാഴ്ചയ്ക്കും ഭംഗി കുറവാണ്. അച്ചാർ 2 ദിവസം ഇരിക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം നമ്മുടെ അച്ചാറിലേക്ക് വലിച്ചെടുത്തോളൂ. പിന്നെ എണ്ണയും ഉപ്പും എല്ലാം കൂടെ കൂടി ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അതിൻ്റെ ആ ഗ്രേവി, അച്ചാറിലെ ഗ്രേവിക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് പതുക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. 200 ml എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കുക്കിംഗ് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ, നിങ്ങൾക്ക് ഏത് ഓയിലാണ് ടേസ്റ്റ്, ഒരു നിർബന്ധവുമില്ല. നല്ലെണ്ണ വേണം, വെളിച്ചെണ്ണ വേണം, അങ്ങനെയൊന്നുമില്ല അച്ചാർ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഓവർ മഞ്ഞൾപ്പൊടി ഇടരുത് അച്ചാറിൽ. അതുപോലെ തന്നെ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളകും അതുപോലെ തന്നെ ഈ എരിവ് കൂടിയ മുളക് പൊടിയും 1/2 സ്പൂൺ, 1 സ്പൂണാണ് മുളക് പൊടി. അപ്പോൾ ഇത് എണ്ണ തിളച്ച് ഈ മസാലയും കൂടി ഇത്തിരി നേരം തിളച്ചാൽ മതി. അപ്പോൾ ഈ കഷ്ണങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഈ പച്ചക്കറി ഒന്ന് വാമായിട്ട് വാടി കിട്ടും. പിന്നെ ഇതിലെ വെള്ളാംശം ഉള്ളതൊക്കെ അങ്ങ് വറ്റിപ്പോക്കോളും. വെയിലത്ത് കൊണ്ടുവച്ച് ആൾക്കാർ ഉണക്കുന്നുണ്ട്, എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് പോരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നമുക്ക് ഗുണങ്ങൾ നമ്മുടെ കഴിക്കുമ്പോൾ ശരീരത്തിനും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ കഴിക്കുന്നത്. അല്ല ടേസ്റ്റ് മാത്രം പോരാ. ആ പച്ചക്കറികൾ ഒരുപാട് ഓവർ കുക്ക് ചെയ്തൊക്കെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് വേറെ മാറിപ്പോകും. പിന്നെ ഡിഫറെൻറ്റ് രീതിയിൽ ആൾക്കാരുണ്ടാക്കി പിറക്കി കാണിക്കുന്നു എന്ന് മാത്രം. ഇത് നമ്മുടെ മാങ്ങയെല്ലാം കൂട്ടിട്ടു. ഇനിയിപ്പോൾ ഒന്ന് ഇടാനില്ല. ഉപ്പ് നമുക്ക് ആവശ്യത്തിന്. ഉപ്പ് ഒരിക്കലും കൂടി പോകാനോ കുറഞ്ഞു പോകാനും പാടില്ല. അച്ചാറിൽ അങ്ങനെയാണ്. ഓവർ ഉപ്പ് നല്ലതല്ല. അപ്പോൾ ഈ പൊടിച്ചു വെച്ചതായ ഞാൻ മസാല അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇതിനോടൊപ്പം ഞാൻ ഇച്ചിരി ഉലുവ പൊടിച്ചും ചേർത്ത് കൊടുത്തു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.